Now I'd like to invite the President of the Indian Catholic Association, Mr. Roy Anthony, for the presidential address. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട സ്റ്റെഫാനോസ് തിരുമേനി, പ്രിയ ബഹുമാനപ്പെട്ട ജെയിംസ് അത്തിക്കളം പിതാവേ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ആത്മീയ ഗുരുവായ പ്രിയ ബഹുമാനപ്പെട്ട നോബി അച്ഛൻ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ചെയർമാൻ പ്രിയ ലിജോ ജോൺ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റുമാർ, BOT ചെയർമാൻമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾ, സോണൽ ഡയറക്ടേഴ്സ്, സമുന്നതരായ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നേതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ അഭ്യുതകാംക്ഷികളായ സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാത്തലിക് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ സെലിബ്രേഷൻ സെക്രട്ടറി പറഞ്ഞതുപോലെ ഏറ്റവും ആഘോഷപൂർവമായി നടത്തുന്ന ഒരു ഇവൻ്റാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ 46ാമത് ഈസ്റ്റർ സെലിബ്രേഷനിൽ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ അതീവ കൃതാർത്ഥനാണ്. കാരണം നമ്മുടെ മുൻ പ്രസിഡന്റുമാരെയെല്ലാം നമുക്ക് ഏകദേശം 20 പേരോളം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെയും തന്നെ ഇവിടെ എത്തിച്ചേരും. അവരെ കാണുന്നതിന് അത്യധികമായ സന്തോഷം എനിക്കുണ്ട്. കേരളീയമായ ക്രൈസ്തവ ആരാധനാ രീതിക്കായി കാത്തിരുന്ന ഒരു ജനതയുടെ സാക്ഷാത്കാരമായി 1979 രൂപമെടുത്ത സംഘടനയാണ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്ക. നമ്മുടെ ആരാധനാ രീതികൾ പിന്തുടരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരള തനിമയുള്ള സംസ്കാരവും കൂട്ടായ്മയും നമ്മുടെ ആദ്യകാല നേതാക്കൾ ഇവിടെ പണിതുയർത്തി. ഏതൊരു സംഘടനയ്ക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് സ്നേഹപൂർവ്വം ഒരുമയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് മാനവികത. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉയർപ്പും ഏറ്റവും വലിയ പ്രമാണം സ്നേഹവുമാണെന്ന തിരിച്ചറിവാണ് ഈ സംഘടനയുടെ ആധാരശില. നമ്മുടെ ദേവാലയങ്ങൾ അമേരിക്കയിൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പല ദേശത്തു നിന്നും അച്ഛന്മാരെ കൊണ്ടുവന്ന് ബലിയർപ്പണം നടത്തി നമ്മുടെ വിശ്വാസം ബലപ്പെടുത്തിയത് ഇന്ത്യ കാത്തലിക് അസോസിയേഷനാണ്. ഇവിടെ പള്ളികൾ സജീവമായപ്പോൾ സ്നേഹപ്രമാണം ലക്ഷ്യമാക്കി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ അശരണർക്ക് താങ്ങും തണലുമായി നിലകൊള്ളുകയും ചെയ്തു ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ. ചാരിറ്റി പ്രവർത്തനത്തിലൂടെ അസോസിയേഷന് ഒരു പുതിയ മുഖം നൽകിയത് ശ്രീ ജിൻസ്മോൻ്റെ നേതൃത്വമാണ്. ജിൻസ്മോൻ സക്കറിയ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ചാരിറ്റിക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയത്. തുടർന്ന് ജോൺ കെ ജോർജും ജോഫ്രിൻ ജോസും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരു ദശകമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റ് സംഘടനകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നയിക്കുവാൻ ഇന്ത്യ കാത്തലിക് അസോസിയേഷന് കഴിഞ്ഞു. ശ്രീ പോൾ ജോസ് പ്രസിഡൻ്റായിരുന്നപ്പോൾ നാട്ടിൽ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകി. ശ്രീ ലിജോ ജോണിൻ്റെ നേതൃത്വത്തിൽ ചിറമേൽ അച്ഛൻ്റെ ഹണ്ടർ ഹണ്ട് പ്രസ്ഥാനത്തിൻ്റെ അമേരിക്കൻ അംബാസിഡറായി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഇന്നും അത് അഭംഗുരം തുടർന്നു പോരുന്നു. ശ്രീ ആൻഡോ വർക്കി പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ചിറമേലച്ചൻ്റെ ഹങ്കർ ഹണ്ട് അറ്റ് ഡോർ എന്ന പ്രസ്ഥാനത്തിന് ഒരു മിനി ട്രക്ക് വാങ്ങി നൽകുകയും കൂടാതെ പുനലൂരിലെ സ്നേഹതീരത്തിനും പത്തനംതിട്ടയിലെ ഓമല്ലൂരിലുള്ള സാന്ത്വനം അഗതി മന്ദിരത്തിനും സഹായം എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീ ജോസ് മലയിലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ഹങ്കർ ഹണ്ടിനും സ്നേഹതീരത്തിനുമുള്ള സഹായം തുടരുകയും 2 നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് തണലാകുവാൻ ആ കുട്ടികളെ വളർത്തിയെടുക്കുകയും ചെയ്തു.
കഴിഞ്ഞ വർഷം ചിറമേലച്ചൻ്റെ ഹങ്കർ ഹണ്ട് പ്രസ്ഥാനത്തിൻ്റെ അമേരിക്കൻ അംബാസഡറായ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ലോങ് ഐലൻഡിലുള്ള എക്കോയുടെ സഹകരണത്തോടെ $20,000 സഹായം എത്തിക്കുകയുണ്ടായി. കൂടാതെ പുനലൂരിലെ സ്നേഹതീരത്തിന് സിസ്റ്റർ റോസലിൻ നേതൃത്വം നൽകുന്ന സ്നേഹതീരത്തിന് 2 ലക്ഷം രൂപയും, കോട്ടയത്തെ വളരെ പ്രസിദ്ധമായ PU തോമസ് ചേട്ടൻ്റെ നവജീവൻ ട്രസ്റ്റിന് $1,50,000 1,50,000 രൂപയും, പൊൻകുന്നത്തെ ആകാശപ്പറവകൾ നസ്രത്ത് ആശ്രമത്തിന് 1 ലക്ഷം രൂപയും സാമ്പത്തിക സഹായം നൽകി അവരെ നമ്മളാൽ കഴിയുന്ന വിധം സഹായിച്ചു. ഈ വർഷവും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ കാത്തലിക് അസോസിയേഷൻ്റെ പ്രധാന മോട്ടോ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അടിസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. പുനലൂരിലെ സ്നേഹതീരത്തിന് ഉള്ള ചെക്ക് പ്രിയ ബഹുമാനപ്പെട്ട സ്റ്റെഫാനോസ് തിരുമേനി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടും. തുടർന്ന് നവജീവൻ ട്രസ്റ്റിനുള്ള ചെക്കും ബഹുമാനപ്പെട്ട അത്തിക്കളം പിതാവിന് കൈമാറും. കാത്തലിക് അസോസിയേഷൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരുമയുടെയും കൂട്ടായ്മയുടെയും ഫലമാണ്. സ്നേഹത്തോടെ, സഹകരണത്തോടെ, വലിപ്പ ചെറുപ്പമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ. കാത്തലിക് അസോസിയേഷൻ്റെ മുഖപത്രമായ കാത്തലിക് വോയിസ് ഈ വർഷം പ്രകാശനത്തിന് തയ്യാറായിട്ടുണ്ട്. ചീഫ് എഡിറ്റർ അലക്സ് തോമസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ ചുരുങ്ങിയ സമയത്ത് ഇന്ത്യ കാത്തലിക് വോയിസ് പ്രസിദ്ധീകരണത്തിന് തയ്യാറായത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എഡിറ്റോറിയൽ ബോർഡിനും ഫോട്ടോകൾ നൽകിയും പരസ്യങ്ങൾ നൽകിയും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തരുമാണ് അത് ചെയ്തത്, നിങ്ങൾ ഓരോരുത്തർക്കും, ഓരോ കുടുംബത്തിനും, ഓരോ വ്യക്തിക്കും ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ മാഗസിൻ പ്രകാശനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് മറ്റൊരു ചാരിറ്റി കൂടി സെൻറ് തോമസ് ഡേ സെലിബ്രേഷനിൽ വെച്ച് ചെയ്യുവാൻ കമ്മിറ്റി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ അതിൻ്റെ മുൻ പ്രസിഡന്റുമാരെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ ഏതാനും മിനിറ്റുകൾക്കകം നടക്കാൻ പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമെന്ന് എന്നോട് പലരും ചോദിച്ചു. കാരണം സാധാരണ 25 വർഷം, 50 വർഷം, 40 വർഷമൊക്കെയാണ്. നമ്മളിപ്പോൾ 46 വർഷങ്ങളായി. അപ്പം അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിന് നല്ല ഒരു മറുപടി ഉണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്തവരെ ആദരിക്കുവാൻ പ്രത്യേക കാലമോ സമയമോ നോക്കേണ്ടതില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരികയുമില്ല. മുതിർന്നവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഭാരതീയ സംസ്കാരം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ബൈബിളും അപ്രകാരം തന്നെയാണ് നമ്മളോട് പറയുന്നത്. അപ്പനെയും അമ്മയെയും മുതിർന്നവരെയും നീ സ്നേഹിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് ജീവിതത്തിൽ മാന്യതയുടെയും മര്യാദയുടെയും മൂല്യങ്ങളുടെയും ദൈവപ്രമാണങ്ങളുടെയും ഭാഗമായ സത്യമാണ്. ബൈബിളിൽ നരച്ച തല, ശോഭയുള്ള കിരീടം എന്ന ദർശനം പലയിടത്തും നമ്മൾക്ക് കാണാം. നരച്ച തല മുതിർന്നവരെയും ശോഭയുള്ള കിരീടം അവരുടെ ജയജീവിതത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പല പ്രസിഡന്റുമാരും ചെറുപ്പക്കാരാണ്, ആരുടെയും തല നരച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ മുതിർന്നവരാണെങ്കിലും പ്രായമായവർ എന്നർത്ഥമില്ല. ജ്ഞാനത്തിലും ബുദ്ധിയിലും കർമ്മത്തിലും നേതൃത്വത്തിലും അറിവ് നേടിയവർ പ്രായം ആവണമെന്നില്ല. അവരുടെ പ്രവൃത്തിയാണ് അവരുടെ ആദരവിന് അല്ലെ അവരെ അളക്കുന്നതിന് ഒരു കോലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചാച്ചനെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ചാച്ചനൊക്കെ പറഞ്ഞു കേട്ട കഥയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് 35 വയസ്സുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു, കാലഘട്ടത്തിൽ അദ്ദേഹം തോളിൽ ഒരു വേഷ്ടി മുണ്ടും കയ്യിൽ വടിയും കുത്തിയായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ വടി കുത്തി നടക്കുക എന്നുള്ളത്, തോളിൽ മുണ്ട് ധരിക്കുക എന്നുള്ളത് ഒരു ആട്യചിഹ്നവും അതോടൊപ്പം തന്നെ അറിവിൻ്റെ ചിഹ്നവുമായിട്ട് ജനങ്ങൾ കരുതിയിരുന്നു. ഞാൻ ആ അധ്യാപകനെ കാണുന്ന കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ വളരെ വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്ന കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു നടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ നാട്ടിൽ, അല്ലെ അദ്ദേഹം തന്നെ
അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ജ്ഞാനവൃത്തൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ജ്ഞാനവൃത്തൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൻ വടികുത്തി നടക്കുന്നു, അത് അറിവിൻ്റെ ലക്ഷണമാണ്, അതായത് വാർദ്ധക്യമാണ് അറിവിൻ്റെ ലക്ഷണമെന്നാണ് അന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത്. സഭയോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നയിച്ച നമ്മുടെ ഈ നേതാക്കളെ ആദരിക്കേണ്ടത് കാത്തലിക് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച എക്സിക്യൂട്ടീവിനോടും സർവാത്മന ഇതിനെ പിന്തുണച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ സാധ്യമാക്കിയത് ഒരാളുടെ ശക്തമായ പിന്തുണയാണ്. അത് മറ്റാരുമല്ല, KJG എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട KJ ഗ്രിഗറിയങ്കളാണ്. മുൻ പ്രസിഡന്റുമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമല്ല സാമ്പത്തിക പിന്തുണ നൽകി സഹായിച്ചതും ശ്രീ ഗ്രിഗറിയങ്കളാണ്. അദ്ദേഹത്തിനോടുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹവും ആദരവും ഇത്തരുണത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ആവശ്യമായ ഈ പ്രസിഡന്റുമാരെ നമ്മൾ പ്ലാക്കുകൾ നൽകി ആദരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ പ്ലാക്കുകൾ സമയത്ത് നമുക്ക് നൽകി നമ്മുടെ ഓർഡർ അനുസരിച്ച് നമുക്ക് നൽകി തന്ന ശ്രീ തോമസ് അങ്കിളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു. ഒട്ടനവധി ആളുകളെ നമുക്ക് പറയാനുണ്ട്. എല്ലാ പ്രസിഡന്റുമാരുടെയും പേര് പറയുന്നില്ല, അല്ലെങ്കിൽ സഹായിച്ച എല്ലാവരുടെയും പേര് പറയുന്നില്ല. ശ്രീ ബിജു ആൻഡോ, അങ്ങനെ എല്ലാവരും എന്നെ ഇതിൽ ലിജോ ജോൺ, എല്ലാവരുടെയും പിന്തുണയാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തുവാൻ നമുക്ക് സാധിച്ചത്. ഇവിടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പൗരസ്ത്യ സഭകൾ നടത്തിയ ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് നമ്മുടെ പുതിയ ലിയോ മാർപ്പാപ്പ നടത്തിയ ഒരു പ്രസംഗം വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ കാണുക ഉണ്ടായി. അതിലിങ്ങനെ രേഖപ്പെടുത്തുന്നു: ചരിത്രം സൃഷ്ടിക്കുന്നവർ സമാധാനം സൃഷ്ടിക്കുന്നവരാണ്, കഷ്ടപ്പാടിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവരല്ല. നമ്മുടെ അയൽക്കാർ നമ്മുടെ ശത്രുക്കളല്ല, മനുഷ്യരാണ്. വെറുക്കപ്പെടേണ്ട കുറ്റവാളികളല്ല, നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. ലോകത്തെ നല്ലവരും ദുഷ്ടരുമായി വിഭജിക്കുന്ന അക്രമത്തിൻ്റെയും വിഭജനത്തിൻ്റെയും മാനസികാവസ്ഥകളെയും ആശയങ്ങളെയും നമ്മൾ നിരസിക്കണം. അതെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ചരിത്രം സൃഷ്ടിച്ചവരുടെ സംഘടനയാണ്. ക്രാന്തദർശികളായ ഇതിൻ്റെ ആദ്യകാല നേതാക്കൾ, അവരുടെ ദീർഘവീക്ഷണം ഇന്നും ഈ സംഘടനയെ സ്നേഹത്തിലും സഹകരണത്തിലും സാഹോദര്യത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ മാർഗവും ലക്ഷ്യവും സുതാര്യവും സത്യസന്ധവുമെങ്കിൽ നമ്മെ കല്ലെറിയുന്നവരും ഒപ്പം പോരും എന്ന് ഞാൻ കരുതുന്നു. മഹാനായ പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുകളോടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്: ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടുമല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്ന് ഒരു തുള്ളി വെളിച്ചമോ ഒരു കാറ്റോ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ അകാരണമായി ഇറിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണടയ്ക്കുക. പിന്നെ നിങ്ങൾ കണ്ണുതുറന്ന് നോക്കേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെയാണ്. പീസ് ഓഫ് മൈൻഡ് അവിടെയാണ്, അവിടെ മാത്രമാണ്. നന്ദി, നമസ്കാരം. Now, I'm honored to do a brief introduction on our chief guest, Most Reverend Dr. Philippos Marstefanos. He is the second bishop of St. Mary, Queen of Peace, Cerro Malankara Catholic Eparchy in USA and Canada. On behalf of the India Catholic Church, Catholic Association of America and its board of directors, I proudly welcome you to give the inaugural speech. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി ആൻ്റണി, നമ്മുടെ വിശിഷ്ടാതിഥിയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജെയിംസ് അത്തിക്കളം പിതാവ്, അസോസിയേഷൻ്റെ ആധ്യാത്മിക ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട നോബി അയ്യനത്തച്ഛൻ, BOT ചെയർമാൻ മിസ്റ്റർ ലിജോ ജോൺ, അസോസിയേഷൻ്റെ ഭാരവാഹികളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അസോസിയേഷൻ്റെ അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സന്ധ്യാവന്ദനം ആശംസിക്കുന്നു.
46 സംവത്സരത്തെ ചരിത്രമുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഈസ്റ്റർ ആഘോഷവേളയിലാണ് നാം ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. വളരെ ഉജ്ജ്വലമായ സേവന ചരിത്രമുള്ള, സംഘടനാ ചരിത്രമുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സേവനങ്ങളെ, അതിൻ്റെ നാഴ്വഴികളെയൊക്കെ നന്ദിപൂർവ്വം അഭിമാനപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യ കാത്തലിക് അസോസിയേഷന് സഭയുടെ നാമത്തിൽ അനുമോദനങ്ങളും ആശംസകളും ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഇടയിൽ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിവന്യ മാർ ജെയിംസ് അത്തിക്കളം പിതാവിൻ്റെ സാന്നിധ്യത്തെ നമ്മേറെ സന്തോഷത്തോടുകൂടി അനുസ്മരിക്കുന്നു. ഈ രൂപതയുടെ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് അഭിവന്യ പിതാവിനെയും നിങ്ങളേവരെയും ഞാൻ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ കർമ്മപരിപാടികൾക്ക് എല്ലാവിധമായിരിക്കുന്ന ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഒന്നിലധികം നിയോഗങ്ങളുമായിട്ടാണ് ഈ സന്ധ്യയിൽ നാം ഒന്നുചേർന്നിരിക്കുന്നത്. പ്രോഗ്രാം ഷീറ്റിൽ ഏതാണ്ട് 3 പേജോളം ഞാൻ കാണുന്നുണ്ട്. ഞാനിതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ അത്ഭുതത്തോടുകൂടി ചിരിക്കുന്നു. ഞാനും അത്ഭുതത്തോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. ഇത്രമാത്രം മനോഹരമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മിസ്റ്റർ റോയ് ആൻ്റണി ഇതിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം ഇവിടെ അനാവരണം ചെയ്തു. ഇവിടെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെയും വളരെ വിശാലമായ കർമ്മപരിപാടികൾ ഈ സന്ധ്യയിലൂടെ അരങ്ങേറേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിച്ചാൽ അത് അധിക പ്രസംഗമായി നിങ്ങൾ വ്യാഖ്യാനിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊരു വലിയ സന്ദേശത്തിലേക്ക് കടക്കുന്നില്ല. 46 സംവത്സരക്കാലമായി ഈ പ്രസ്ഥാനം ചെയ്യുന്ന സേവനങ്ങൾ, അതിൻ്റെ കൂടുതൽ ഊർജ്ജസ്വലമായ രൂപത്തിലും ഭാവത്തിലും ഇനിയും നിങ്ങൾ നിർവഹിക്കണം എന്നുള്ള എൻ്റെ പ്രാർത്ഥനയും ആഹ്വാനവുമാണ് ഈ സന്ധ്യയിൽ എനിക്ക് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുവാനായിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് മിസ്റ്റർ റോയ് സൂചിപ്പിച്ചു, 79 കാലയളവിൽ ഇവിടെ സഭാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ സഭകളുടെയും മാതാവായി ഈ മഹാപ്രസ്ഥാനത്തിന് ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ സേവനം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമുക്ക് മഹത്തായ ഒരു ചരിത്ര പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തെ നാം ഉയർത്തിപ്പിടിക്കണം, അതിൽ നമുക്ക് അഭിമാനം കൊള്ളണം. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ ഇരിക്കുന്നവരായ നാം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ കത്തോലിക്ക കൂട്ടായ്മയെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും അതിന് സാക്ഷികളായി തീരുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ അഭിനവ സഭാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ ഇന്ന് നടത്തിയ പ്രഭാഷണത്തിൽ ലോകത്തോട് പറഞ്ഞു, ക്രൈസ്തവ ലോകത്തോട് പറഞ്ഞു, ബി ബോൾഡ് ഇൻ വിറ്റ്നസിങ് യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ഇവിടെ സന്നിധരായിരിക്കുന്ന കത്തോലിക്ക കൂട്ടായ്മയിൽപ്പെട്ട നിങ്ങളേവരോടും ഈ ആഹ്വാനം ഒന്നുകൂടി അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബി ബോൾഡ്
in witnessing Christ in New York in this contemporary modern context. Be bold. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സ്ഥാനമേറ്റപ്പോൾ പത്രോസിൻ്റെ ബസിലിക്കായുടെ ബാൽക്കണിയിൽ നിന്ന് ലോകത്തോട് പറഞ്ഞത്, "Don't be afraid to witness Jesus Christ in this world." എന്നാൽ ഇപ്പോഴത്തെ പാപ്പ, അമേരിക്കക്കാരൻ തന്നെയായ പാപ്പ നമ്മോട് പറയുകയാണ്, "Be bold." ഞാൻ ആരാണ് എന്നുള്ള കർത്താവിൻ്റെ ചോദ്യത്തിന് നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ പത്രോസിനെ പോലെ പത്രോസിൻ്റെ തലമുറയിൽപ്പെട്ട കത്തോലിക്കരായ സർവ്വജനങ്ങളോടും എന്നോടും നിങ്ങളോടും ഇന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ക്രിസ്തുവിനെ അറിയുന്നതിൽ, ഈ ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിൽ, ഈ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നാം ധൈര്യം അവലംബിക്കണം. ഭയപ്പെടരുത്. അത് ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യമനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ അറിയുക, അതിൽ നിരന്തരമായി അന്വേഷണങ്ങൾ നടത്തുക. നമുക്ക് അറിവിലൂടെ ബോധ്യമാകുന്ന സത്യങ്ങളെ പങ്കുവയ്ക്കുവാൻ നാം മടിക്കരുത്. അതാരംഭിക്കുന്നത് വ്യക്തിജീവിതത്തിലാണ്, കുടുംബജീവിതത്തിലാണ്, സാമൂഹിക ജീവിതത്തിലാണ്, സാംസ്കാരിക ജീവിതത്തിലാണ്, രാഷ്ട്രീയ ജീവിതത്തിലാണ് എന്നൊക്കെ പരിശുദ്ധ പിതാവ് ഇന്ന് നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്. ഈ കാലഘട്ടത്തിലെ നോർത്ത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന നാം ഏവരും, നിങ്ങളേവരും ഈ സത്യം ഉൾക്കൊള്ളണമെന്ന് ഞാൻ സഭയുടെ നാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. നാം വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സത്യം അത് സ്നേഹത്തിൻ്റെ സത്യമാണ്, അത് കരുണയുടെ സത്യമാണ്, അത് വിശ്വാസത്തിൻ്റെ സത്യമാണ്. അത് സാക്ഷ്യപ്പെടുത്തുന്നതിൽ നാം മടിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളോട് നമ്മുടെ ദൈവം ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൽ നിങ്ങൾ മടികാട്ടരുത് എന്ന് പാപ്പ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ നടത്തുകയാണ് എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിനായിട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുരിശ് വരച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചാൽ, ആ ഭക്ഷണത്തെ ആശീർവദിച്ചാൽ, അത് ക്രിസ്തുവിൻ്റെ ഇന്നത്തെ കാലികമായ സാക്ഷ്യമായി പരിശുദ്ധ പിതാവ് പറയുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഒരു കത്തോലിക്കനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. നിങ്ങൾ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ആ ഗവേഷണ തലങ്ങളിൽ സത്യം മാത്രം അന്വേഷിക്കുക, ദൈവിക സത്യത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തി അതിൻ്റെ വ്യാപനങ്ങൾ നടത്തുക. ഇതും ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. അത് ജനിതക ശാസ്ത്രപരമായ ഗവേഷണങ്ങളാകാം, അത് വാനനിരീക്ഷണ ശാസ്ത്രങ്ങളാകാം, സാമ്പത്തിക ഗവേഷണ ശാസ്ത്രങ്ങളാകാം, രാഷ്ട്രമീമാംസയുടെ സത്യങ്ങളാകാം. ഏതുമായിക്കൊള്ളട്ടെ, ഏത് ശാസ്ത്രീയ വേദിയുമായിക്കൊള്ളട്ടെ, അവിടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി സത്യത്തെ കണ്ടെത്തുവാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷികളായി ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. അവസാനമായി പരിശുദ്ധ പിതാവ് പറയുകയാണ്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ സാക്ഷ്യം സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ സേവനവും ഓരോ കാരുണ്യപ്രവർത്തനങ്ങളും അത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ കഴിഞ്ഞ 46 വത്സരക്കാലമായിട്ട് ഈ തരത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ മുഖം സാധാരണക്കാരിൽ, പാവപ്പെട്ടവരിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ധ്യയിലെ
നമ്മുടെ താഴെ വിരുന്നോടുകൂടി സ്വീകരണ സൽക്കാര വേദിയോടുകൂടി നാം സമാഹരിക്കുന്ന വിഭവങ്ങൾ ഫണ്ട് ഈ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് കത്തോലിക്കർ പ്രവർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക മാതൃക നാം ഇന്ന് സന്ധ്യയിൽ കാട്ടിക്കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് നാം അതിന് അനേക സാക്ഷ്യം നമ്മൾ നടത്തിയിട്ടുമുണ്ട്. ഇന്ന് നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും വിഭവ സമാഹരണത്തിലും അത് സാധുക്കൾക്കായിട്ട് അർഹതപ്പെട്ടവർക്കായിട്ട് പങ്കുവയ്ക്കുന്നതിൽ ഈ പ്രസ്ഥാനം നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾക്ക് എല്ലാവിധമായിരിക്കുന്ന വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ സംഘടനയോടും ഇതിൻ്റെ എല്ലാവിധമായ കർമ്മപരിപാടികളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സംരംഭം നടത്തുന്ന ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. I feel extremely honored to introduce His Excellency Mar James Athikulam at today's event. Mar Athikulam is currently the Bishop of Sierra Malabar Diocese of Sagar in Madhya Pradesh. Let us welcome His Excellency Mar James Athikulam to deliver the Easter message. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിന് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഈ അസോസിയേഷന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുവാൻ ആഗ്രഹിക്കുകയാണ്. പള്ളിയും പട്ടക്കാരനും ഒന്നുമില്ലാത്ത അവസരത്തിൽ ഇവിടെയുള്ള കത്തോലിക്കരുടെ, ഇന്ത്യയിൽ നിന്നുള്ള കത്തോലിക്കരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ, വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് പിതാവ് പറഞ്ഞതുപോലെ അമ്മയായി പ്രവർത്തിച്ച ഈ അസോസിയേഷൻ ഇന്ന് കാരുണ്യ പ്രവർത്തനത്തിലേക്ക് അതിൻ്റെ വഴി മാറ്റിവിടുകയാണ്. കാരണം ഇപ്പോൾ പള്ളിയായ പട്ടക്കാരനായ രൂപതകളായി. അപ്പോൾ അത് അവർ നോക്കിക്കോളും. പക്ഷേ വിറ്റ്നസ് ഇൻ ലവ്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുക ഇപ്പം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ ആയിരിക്കണം. അത് മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അതിനുവേണ്ടി ആണ് നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നതും. എന്നോട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈസ്റ്റർ മെസ്സേജ് എന്നാണ്. നമ്മളിപ്പോൾ ഉയർപ്പ് കാലത്തിലാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഈസ്റ്റേൺ ചർച്ചസ് അവരോടുള്ള പ്രസംഗത്തിൽ ഒരു സെൻറ്റൻസ് കേട്ടും, we don't fully realize the energy of the resurrection. ഉത്ഥാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം, ശക്തി നമ്മൾ മുഴുവനായിട്ട് സ്വീകരിക്കുന്നില്ല. അത് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന്. ഈ ഉത്ഥാനത്തിൻ്റെ എനർജി എന്താണ്? അത് പ്രത്യാശയുടെയാണ്. ഇറ്റ് ഈസ് എ എനർജി ഓഫ് ഹോപ്പ്. നമ്മൾ ഈ ലോകത്തിൽ ചുറ്റും നോക്കുമ്പോൾ യുദ്ധങ്ങൾ, ഒത്തിരി നെഗറ്റിവിറ്റിയാണ് കാണുക. അവിടെ പ്രത്യാശയുടെ ഊർജം നൽകുവാനായിട്ട് ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈസ്റ്റർ ഈസ് ആൻ ഓൾസോ occasion, അല്ലെങ്കിൽ is an event that transforms us. സൗലിനെ പൗലോസ് ആക്കിയത്, പേടിത്തൊണ്ടനായ പത്രോസിനെ കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുവാനായിട്ട് പ്രാപ്തനാക്കിയത്, എമ്മാവുസിലെ ശിഷ്യന്മാരെ തിരികെ വന്ന് മറ്റ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുവാൻ ശക്തി നൽകിയത്, അതുപോലെ ഇന്നോളം
സഭയിലെ വിശുദ്ധർക്ക് ശക്തി നൽകുന്നത് ഈ ഒരു ഈസ്റ്റർ എക്സ്പീരിയൻസ് ആണ്. ഈസ്റ്ററിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം, ഈസ് ദ ബേസിസ് ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമാണ്. അപ്പോൾ ഈ പ്രത്യാശയുടെ ഊർജം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഗെറ്റ് ട്രാൻസ്ഫോംഡ്, നവീകരിക്കുവാനും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ മാതൃകയായി തീരുവാനും നമുക്ക് പരിശ്രമിക്കാം. ഞാൻ സാഗർ രൂപതയിൽ നിന്നാണ് വരിക. വടക്കേ ഇന്ത്യയിലെ ഹൃദയഭാഗത്തുള്ള MP രൂപതയാണ്. നിങ്ങൾക്കറിയാം, MP UP ആണ് ഇന്ത്യയിൽ ഏറ്റവും ക്രിസ്ത്യാനികൾ കഷ്ടത അനുഭവിക്കുന്ന രൂപത. ആൻറ്റി കൺവേർഷൻ ബില്ല് വളരെ തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ അവർ നിർത്തലാക്കുവാനായിട്ടുള്ള പരിശ്രമമാണ്. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഉപദ്രവിക്കുക, അവരെ ജയിലിലടയ്ക്കുക. നമ്മുടെ സാഗർ രൂപതയിലാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്റ്റൽസും ഓർഫനേജസും ഒക്കെ അടയ്ക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുക. അപ്പോൾ ഈ അവസരത്തിൽ പിതാവ് പറഞ്ഞുകൊണ്ടെങ്കിൽ ടു വിറ്റ്നസ് ടു ക്രൈസ്റ്റ് ബോൾഡ്ലി ഈസ് എ ചലഞ്ച്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മറ്റുള്ളവർക്ക് എന്തിനു നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് ചിന്തിച്ച് നമുക്ക് നഷ്ടധൈര്യരാകാറുണ്ട്. അപ്പോൾ ടു വിറ്റ്നസ് ഇൻ ക്രൈസ്റ്റ് വിത്ത് ബോൾഡ്നെസ് നീഡ്സ് കറേജ്, യുവർ സപ്പോർട്ട് ആൻഡ് യുവർ പ്രേയേഴ്സ്. അപ്പോൾ നിങ്ങളുടെയും സപ്പോർട്ടും നിങ്ങളുടെ പ്രേയേഴ്സും നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മിഷൻ പ്രവർത്തനത്തിലേക്കും മിഷൻ ഏരിയയിലേക്കുമൊക്കെ തിരിച്ചുവിടാമെന്ന് ആഹ്വാനം ചെയ്യുകയും കൂടി ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ ഉയർപ്പ് കാലത്തിൽ, ഈ ഈസ്റ്റർ സെലിബ്രേഷൻ്റെ അവസരത്തിൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഇത് ഉദ്ധിതനായ ക്രിസ്തു നമ്മെ നന്മയിലേക്ക്, ശാന്തിയിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. നന്ദി, നമസ്കാരം.